നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയില് CI ജോലിക്കാരി ജാനകിയെ ചോദ്യം ചെയ്യണം. പിന്നീട് ചോദിച്ചു, ഈ തൊടിയിൽ ഈ തെങ്ങെന്നാ വെച്ചതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ജാനകിക്ക് ഭയങ്കര ടെൻഷനായി. കൃത്യമായിട്ടുള്ള ഡേറ്റ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം കല്യാണം മോള് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേറ്റും കാര്യങ്ങളൊന്നും പറയരുതെന്ന്. കുറച്ചു കാലമായെന്ന് പറഞ്ഞാൽ മാത്രം മതിയെന്ന്. ഒടുവില് ചോദിച്ചു, അല്ല നിങ്ങളോടാ ചോദിച്ചാൽ നിങ്ങൾ എന്താ ആലോചിക്കണേന്ന് ചോദിച്ചു. സാറേ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എന്തായാലും കാർത്തികയുടെ കല്യാണത്തിന് ശേഷമാണെന്ന് അറിഞ്ഞാൽ മതി. അത് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് വെച്ച എന്നാ എങ്ങനെയാന്ന്. ശരി ശരി ആയിക്കോട്ടെ. നിങ്ങളുടെ മട്ടും ഭാവം കണ്ടിട്ട് നിങ്ങൾ എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അയ്യോ സാറേ അങ്ങനൊന്നും ഇല്ല, ഞാനൊന്നും മറക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ എന്തിനാ മറക്കണേ? അങ്ങനെ ഞാനൊന്നും മറച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ശരി, വീണ്ടും ഞാൻ ചിലപ്പോ ഇങ്ങോട്ടേക്ക് വരേണ്ട വരും. നിങ്ങൾ എന്തായാലും കള്ളത്തരം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ബാക്കി പറയാം. ഇനിയിപ്പോ ഈ തെങ്ങിനടിയില തെങ്ങിന്തയ്ക്കടിയിൽ ആരെങ്കിലും കുഴിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. അയ്യോ സാറേ കുഴിച്ചിടാനോ? അതിന് കിരൺ മോനും കല്യാണി മോളും ഒന്നും അത്രക്കാരൊന്നുമല്ല, പാവങ്ങളാ സാറേ. എത്ര നല്ല ദയവുള്ളവരാന്നറിയാവോ? അവരെ കുറിച്ച് സാറിന് അറിയത്തില്ലാത്തോണ്ടാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ശമ്പളം തരുന്നതിന്റെ കൂടെ നിങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പോലീസുകാരാന്നറിയാലോ. ഞങ്ങൾക്ക് എന്താണ് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിന്റെ പിന്നാലെ പോവുക തന്നെ ചെയ്യും. ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങളെ രക്ഷപ്പെട്ടു, പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് CI നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. ഇതേ സമയത്ത് വേലുവിനും രതീഷിനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഇനിയിപ്പോ സത്യങ്ങളൊന്നും തുറന്നു പറയാനും പറ്റില്ല. സത്യങ്ങളും ഇപ്പൊ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിരൺ സാർ അകത്താകുകയും ചെയ്യും. എന്താ ചെയ്യണ്ടേ? ആകെപ്പാടെ ഒരു ടെൻഷനായിരുന്നു. പിന്നീടാണ് കിരൺ ആ കാര്യങ്ങളൊക്കെ അറിയണേ. രതീഷിനും വേലുവിനെ പോലീസ് പിടികൂടിയെന്ന് ചോദ്യം ചെയ്യാനായിട്ട് പിടിച്ചോണ്ട് പോയെന്നുള്ള കാര്യം അതറിഞ്ഞു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണം നടത്തില്ല. ഹോസ്പിറ്റലായിരുന്നു കിരണ. പിന്നീട് കിരൺ കാദംബരിയുടെ അടുത്തേക്ക് എന്നു. എന്നിട്ട് പറഞ്ഞു, കാദംബരി ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷൻ വരെ പോകുക എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാദംബരി ചോദിച്ചു, അല്ല അതെന്തിനാ കിരണേന്ന് ചോദിച്ചു. പോകാതിരിക്കാൻ പറ്റില്ല. വേലും അതുപോലെ രതീഷും പോലീസ് സ്റ്റേഷനുണ്ട്. അവരെ പിടിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പക്ഷേങ്കില് അവരിനിയിപ്പൊ എന്തൊക്കെയാ പറയണെന്നും അറിയത്തില്ല. എനിക്കങ്ങോട്ട് ചെന്നേ മതിയാവുള്ളൂ. ഞാൻ അങ്ങ് ചെന്നില്ലെങ്കിൽ പണി പാളും. ഞാൻ ചെന്നിട്ട് അവരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാന്ന് പറഞ്ഞു. പിന്നെ അറിയാലോ, എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ അവര് വന്നു കഴിയുമ്പോൾ അവരോട് പറഞ്ഞാൽ മതി. ഞാൻ വരാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോണം എന്നൊക്കെ കാദംബരിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. കാദംബരി പറഞ്ഞു, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിക്ക് നോക്കിക്കോളാം, പേടിക്കൊന്നും വേണ്ട. കിരൺ പറഞ്ഞു, അതെ കല്യാണിക്ക് നല്ല ടെൻഷനുണ്ട്. ഇപ്പൊ കേസിന്റെ അന്വേഷണവും കാര്യങ്ങളും നടക്കുമല്ലേ. അപ്പൊ കല്യാണി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തേലും പറഞ്ഞാൽ മതി. തൽക്കാലത്തേക്ക് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയെന്നുള്ള കാര്യമൊന്നും കല്യാണിനോട് പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാദംബരി പറഞ്ഞു, അല്ല പിന്നെ ഞാൻ എന്ത് പറയണം? വീട്ടിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടോ അതിനുവേണ്ടി പോയെന്നൊക്കെ പറഞ്ഞാൽ മതി. ശരി അങ്ങനെ പറയാന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ടാണ് കിരൺ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. ഇതേ സമയത്ത് CI വന്ന് വേലുവിനെയും രതീഷിനെയും വീണ്ടും ചോദ്യം ചെയ്യണം. പിന്നീട് രതീഷിനോട് സത്യം പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർക്ക് സത്യങ്ങളൊക്കെ അറിയാം. ഈ പറയുന്ന ഗംഗാപ്രസാദിന്റെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അവിടെ എന്തൊക്കെയോ സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ മറച്ചു വെക്കുവാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ രതീഷ് പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല സാറേന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, വെറുതെ കള്ളത്തരം പറയുന്ന. ഗംഗാപ്രസാദ് മരിച്ചിട്ടുണ്ടായിരിക്കും. അത് കേട്ടപ്പോ വേലു പറഞ്ഞു, മിക്കവാറും അവൻ മരിച്ചു കാണും. അത്രയ്ക്ക് ദുഷ്ടനാ സാറേ. അവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവൻ ഉറപ്പായിട്ടും വരാതിരിക്കില്ല. അവൻ മരിച്ചു കാണുമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ടല്ലോ അവൻ മരിച്ചെന്ന്. അങ്ങനെയാണെങ്കിൽ അവനെ കൊന്നതാരാണ്? ഞങ്ങൾക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേലു പറഞ്ഞു, ഞങ്ങളല്ല, നിങ്ങളല്ലെന്നറിയാം, പക്ഷെ നിങ്ങളുടെ പിന്നിൽ ആരാ അത് അറിയണ്ടേന്ന് പറഞ്ഞു. വേലു പറഞ്ഞു, സാറേ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞല്ലോ. ദൈവേ എന്റെ അടുത്ത് അഭ്യാസമൊന്നും വേണ്ട. നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ടറിയാം. നിങ്ങളത് മറച്ചു പിടിക്കുക. നിങ്ങളുടെ മുഖം കണ്ടാ അറിയാന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടെ വന്ന് ചോദ്യം ചെയ്യും. നിങ്ങൾ ആലോചിക്കുക. പക്ഷെ ആ സമയത്തും കള്ളത്തരം പറയാനാ ഭാവമെങ്കിൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കണെന്ന്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഉത്തരം തന്നോളെന്ന് പറഞ്ഞു. അതും പറഞ്ഞ് CI അങ്ങോട്ട് പോയി. അപ്പോഴേക്കും രതീഷിനോട് വേലു പറഞ്ഞു, ഇത് പ്രശ്നമാവുന്ന തോന്നിയെന്ന് പറഞ്ഞു. എന്താ? അയാൾ വിടുന്ന ലക്ഷണം കാണുന്നില്ലോ. ഒരു കാരണവശാലും കിരൺ സാറിന്റെ മേലെ കുറ്റം വരാനായിട്ട് പാടില്ല. ഈ സമയം രതീഷ് പറഞ്ഞു, അത് ശരിയാ, പാവ കിരൺ സാറ്. ഒരു പക്ഷെ ഇതിപ്പം കല്യാണി ഹോസ്പിറ്റലും കൂടെ ആണല്ലോ. ആ സമയത്ത് കിരൺ സാറ് പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും. പേര് പറഞ്ഞു, കിരൺ സാറിന് ഒന്നും സംഭവിച്ചുകൂടാ. അല്ല പോലീസുകാരെ അവിടുത്തെ CCTV ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തില്ലേ? ശരിക്കും പറഞ്ഞാൽ കിരൺ സാറല്ലോ തലക്കടിച്ചേ. അത് കേട്ടപ്പോ രതീഷ് പറഞ്ഞു, അത് ശരിയാ. ആ സമയം വേലു പറഞ്ഞു, അതെ ഞാനാ തലക്കടിച്ചെന്ന് പറഞ്ഞു.
തലക്കടിച്ച വെയിലു വന്നോ? സത്യമാണോ വേലു? വേലുവാണോ അവന്റെ തലക്കടിച്ചെന്ന് ചോദിച്ചു. അതല്ല, ഞാനിപ്പോ അങ്ങനെ പോലീസുകാരുടെ എന്ന് പറയാൻ പോവാ CIയോട്. അല്ലെങ്കിൽ ഒരു പക്ഷെ കിരൺ സാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിരൺ സാർ കുറ്റം സമ്മതിക്കും. പാവ, ആ കുറ്റം തലയിലിട്ട് നടക്കേണ്ട കാര്യമില്ല. കിരൺ സാറിന്റെ ഭാരം ഞാൻ പോയിക്കോളാം ജയിലിലേക്ക്. കിരൺ സാർ അകത്ത് കിടന്നാൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രതീഷ് പറഞ്ഞു, വേലു നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ അങ്ങനെ കുറ്റം സമ്മതിക്കാനായിട്ട് പോവുക. ഞാൻ ആ തലക്കടിച്ചെന്ന് പറഞ്ഞിട്ട് അല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് സരയു ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. കല്യാണിയെ കാണണം, അവളുടെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണെന്ന് അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ കാദംബരി ഉണ്ടായിരുന്നു. കാദംബരിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല സരയു അങ്ങോട്ടേക്ക് വന്നത്. സരയുവിനെ കണ്ടു കഴിഞ്ഞപ്പോ കാദംബരി എന്താന്ന് ചോദിച്ചു. അല്ല, കല്യാണിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കല്യാണിയെ കാണാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. കല്യാണിക്ക് ഇപ്പൊ ഭേദം ഉണ്ടെന്ന് പറഞ്ഞു. നിന്റെ വരവ് എനിക്ക് അത്രയ്ക്കും കൂടെ പിടിച്ചിട്ടൊന്നുമില്ല. നിന്റെ അച്ഛൻ മരിച്ചു പോയാലും പറയാൻ പറ്റില്ല. അത് കേട്ടിപ്പോ സരയു പറഞ്ഞു, എന്താ കാദംബരി ഇങ്ങനെയൊക്കെ പറയണേ? അതിന് എന്റെ അച്ഛൻ തെറ്റ് ചെയ്താന് എന്നെ ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ? എന്റെ അച്ഛന്റെ കർമ്മങ്ങൾ ചെയ്യാൻ പോലും എനിക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ രൂപാന്റിയൊക്കെ നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാൻ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പോയത്, അല്ലെങ്കിൽ അതിന് പോലും പോകത്തില്ലായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും കാദംബരി പറഞ്ഞു, അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ നിന്റെയൊക്കെ സ്വഭാവമല്ലേ, എപ്പോഴെങ്ങനെ മാറുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അല്ല, കല്യാണിക്ക് ബോധം വീണോന്ന് ചോദിച്ചു. ബോധമൊക്കെ വീണു, അവള് സംസാരിക്കാനും തുടങ്ങി. ദേ, ബോധം വീണെന്ന് കരുതി അങ്ങോട്ടേന്ന് അവളെ കൊല്ലാനെങ്ങാനും നോക്കിയാലുണ്ടല്ലോ, പിന്നെ നിന്നെ ജീവനോടെ വെച്ചേക്കില്ല. കിരട അറിയാതെ നിന്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സരയു പറഞ്ഞു, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാനോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. പിന്നീട് സരയു അങ്ങോട്ട് കയറി ചെല്ലുമ്പോ കല്യാണി ഇങ്ങനെ കണ്ണടച്ച് കിടക്കുമായിരുന്നു. ഓ, ഇവളെ അങ്ങോട്ട് കൊന്നാലോ, അല്ലെങ്കിൽ കുറച്ച് വിഷം എന്തെങ്കിലും വായിലേക്ക് ഒഴിച്ചു കൊടുത്താലോ, എന്താ രക്ഷപ്പെട്ടാനും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പിടികൂടും. അപ്പൊ തന്നെ കൂടാത്ത രീതിയിൽ ഇവളെ അവസാനിപ്പിക്കുമായിരുന്നു, നല്ല കാര്യമായിരുന്നു. അങ്ങനെ ആകെപ്പാടെ 100 കൂട്ടം ടെൻഷനിലാണ് സരയു. ഇവള് ജീവനോടെ തിരികെ വന്നിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യം തീർന്നു. ഇവൾ ഇവിടെ കിടന്ന് തന്നെ മരിക്കണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. താനത് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്റെ പേരും കേസും കൂട്ടുവെക്കുകയാണ്. പിന്നെ കിരൺ ഒരിക്കലും തന്നെ ഉൾക്കൊള്ളാനും പോകുന്നില്ല. അത് പറ്റില്ല, അല്ലാതെ വേറെ എന്തെങ്കിലും തന്ത്രം പ്രയോഗിക്കണം എന്നൊക്കെ ഇങ്ങനെ സരയു മനസ്സിൽ വിചാരിക്കണം. അപ്പോഴേക്കും കല്യാണി കണ്ണു തുറന്നു. സരയുവിനെ കണ്ടു കഴിഞ്ഞപ്പോ ചോദിച്ചു, ആ സരയുവോ? ഇങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞു. എന്തിയെ കൺമണി മോൾ എന്തേന്നൊക്കെ ചോദിച്ചു. മോള് വീട്ടിലുണ്ട്, മോളിനെ കൂട്ടി വരാൻ പറ്റുന്ന കാര്യമല്ലോ എന്ന് പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട് കല്യാണി എന്ന് ചോദിച്ചു. ഭേദമുണ്ട്, ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സരി പറഞ്ഞു, ആ കിരണനോട് പറഞ്ഞായിരുന്നു കുഴപ്പമില്ലെന്ന്. ഞാനും കുറെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും കല്യാണി ജീവിതത്തിലേക്ക് മടങ്ങി വന്നല്ലോ. കുറെ നേർച്ചകളും വഴിപാടുകളൊക്കെ എനിക്ക് നടത്താനും ഉണ്ട്. അതെന്താണെന്ന് ഞാൻ നടത്തുമെന്ന് പറയാണ്. കല്യാണി ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് കിരൺ പോലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ കല്യാണി ഒന്നും മിണ്ടിയില്ല, സരയുനെ നോക്കുക. പിന്നീട് സരയു പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതൊക്കെ അവളുടെ അഭിനയമാണെന്ന് കല്യാണിക്കൊട്ട് മനസ്സിലായതുമില്ല. കാരണം ഇത്ര നന്നായിട്ട് അവളെ കൊണ്ട് മാത്രം അങ്ങനെയൊക്കെ അഭിനയിക്കാനായിട്ട് പറ്റുള്ളൂ. ഇതേ സമയത്ത് കിരൺ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് CIയെ കാണുന്നുണ്ട്. CI പറഞ്ഞു, രണ്ടുപേരെ മാറി മാറി ചോദ്യം ചെയ്തു, പക്ഷെ കുറ്റം സമ്മതിക്കാനായിട്ട് കൂട്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് അവരെ പിടിച്ചിട്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞാൽ മതിയാവുള്ളൂ. ഈ സമയം കിരൺ പറഞ്ഞു, സാറേ അവരെ പറഞ്ഞു വിട്ടേക്ക്. അത് കേട്ട് കഴിഞ്ഞപ്പം CI ചോദിച്ചു, അതെന്താടാ അങ്ങനെ പറഞ്ഞേ? അല്ല, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, കുറ്റം ചെയ്യാത്ത അവരെ പിടിച്ച് അകത്തിടേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ നീയാണോ കുറ്റം ചെയ്തതെന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ സാറേ എനിക്ക് സംശയം അവരെ ഒന്നും അല്ലടാ, എനിക്ക് സംശയം നിന്നെയാ. കാരണം ഗംഗാപ്രസാദനെ പോലെ ഉള്ള ഒരുത്തനെ ഇടിച്ച് ഇഞ്ചി പരുവാക്കണമെങ്കിൽ അത് നിന്നെ കൊണ്ടേ പറ്റുള്ളൂ, അവന്മാരെ കൊണ്ടൊന്നും പറ്റത്തില്ല. സത്യം പറ, നിനക്ക് ഇതിനകത്ത് പങ്കില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ കിരൺ നിൽക്കുകയാണ്. കാരണം ഇനിയിപ്പോ താൻ ഉത്തരം കൊടുത്തില്ലെങ്കിൽ ബാക്കി രണ്ടുപേരും കുടുങ്ങും എന്നുള്ള കാര്യം ഉറപ്പായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.